വെൽക്കം ടു പേർഷ്യൻ മലയാളി. ഞങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ട് ഓണത്തിന്. അപ്പം ഞങ്ങളുടെ വെക്കേഷൻ ഷോപ്പിംഗ് സീരീസ് ആണ് ഇത് കേട്ടോ. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണത്. ഞങ്ങൾ കുറച്ചായിട്ടാണ് എന്നും ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. ഞങ്ങൾ ഷോപ്പിംഗ് പോകുന്നത് സിലിക്കോൺ സെൻട്രൽ മോൾ, ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലത്താണ്, ദുബായ് സിലിക്കോൺ ഓസസിൽ. സോ സിലിക്കോൺ സെൻട്രൽ മോളിലപ്പോ കയറിയപ്പോ തന്നെ ഞാൻ മുമ്മൂസോ എന്ന് പറഞ്ഞൊരു കട കണ്ടു. അപ്പം കുട്ടികൾക്കൊക്കെ ഉള്ള പല സാധനങ്ങളും അവിടെ കിട്ടും. ചൈനയിൽ നിന്നുള്ള സാധനങ്ങളാണ് കുറെ. അപ്പം അത് കുറച്ച് ഈ സിലിക്കോൺ സെൻട്രൽ മോളിലായതുകൊണ്ടെന്ന് തോന്നുന്നു അത്ര ചീപ്പൊന്നും അല്ല, കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഓക്കെ, നമുക്ക് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറെ എന്തൊക്കെയോ സത്യത്തിൽ ഞാനും കണ്ടിട്ടില്ലാത്ത കുറെ ഐറ്റംസ്, കുറെ പ്രത്യേകതരം ഈ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ പേനകളും നോട്ട്ബുക്സും കളർ പെൻസും പിന്നെ ഈ റേസറും റബ്ബറും അങ്ങനത്തെ കുറെ ഐറ്റംസും പിന്നെ കുറെ സോഫ്റ്റ് ടോയ്സും. കുട്ടികൾ ഒരുപാട് പേര് അവിടെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം സ്കൂൾ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് ദുബായിലൊക്കെ. ഓഗസ്റ്റ് അവസാനം നമ്മുടെ ഈ ഓണം ടൈമൊക്കെ ആകുമ്പോൾ എല്ലാ സ്കൂളും തുറക്കും. ഇപ്പോൾ വെക്കേഷൻ നടക്കുക. സോ അതുകൊണ്ട് ബാക്ക് ടു സ്കൂൾ ഓഫർ എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. കണ്ടോ, സ്കൂൾ സ്റ്റാർട്ട്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലുലുവിലാണെങ്കിലും ഈ ഇങ്ങനത്തെ കടകളിലൊക്കെ എല്ലാം ഇപ്പൊ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഈ പിള്ളേർക്ക് സ്കൂൾ സ്റ്റാർട്ട് ആവാൻ പോകുന്നുണ്ട്, അവർക്ക് വാങ്ങാനുള്ള ഈ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ല, കുറച്ചുകൂടെ എന്താ പറയാ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഇവിടെ വാങ്ങാനിരിക്കുന്നത്. നമുക്ക് തന്നെ നമ്മുടെയൊക്കെ കൊച്ചിലെ കിട്ടിയിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഞാൻ എടുത്ത് പിടിച്ചിരുന്ന ഒരു ഷാർപ്നറാണ്, ഒരു ആസ്ട്രോനോട്ടിന്റെ ഒരു ലുക്കൊക്കെ ഉള്ള ഒരു ഷാർപ്നർ. പിന്നെ കുറെ സോഫ്റ്റ് ടോയ്സ്, പിന്നെ കുറെ സ്റ്റിക്കി നോട്ട്സ്, കൊച്ചു നോട്ട് ബുക്സ്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ ഈ ബബിൾസ് ഒക്കെ വരുന്ന അത്തരം ടോയ്സ്. പിന്നെ വേറെ എന്താ സോഫ്റ്റ് ടോയ്സ് എന്ന് പറഞ്ഞാൽ കുറെ വെറൈറ്റി ഓഫ് സോഫ്റ്റ് ടോയ്സ് ആണ്. പിന്നെ ഈ കവർ കണ്ടില്ല, ഞാൻ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് പോലത്തെ സാധനം, അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങി. എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. പൊപ്പറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പോലത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണ്ടപ്പോൾ ഞാൻ അതിൽ വാങ്ങി. പിന്നെ ആ കവറും ഞാൻ വാങ്ങി. പിന്നെ കവർ ഭയങ്കര ഇഷ്ടപ്പെട്ട്, കാണാൻ നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ആ കവറിൽ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. സോ ഞാൻ അവിടെ നിന്ന് കാശൊക്കെ കൊടുത്ത് അവിടെ ഇറങ്ങി. ഞാൻ അധികം സാധനം വാങ്ങില്ല, വളരെ കുറച്ച് സാധനങ്ങൾ അവിടെ വാങ്ങിയുള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഔട്ട്ലെറ്റ് മാളിൽ പോയിരുന്നല്ലോ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഔട്ട്ലെറ്റ് മാളിൽ ഇത്ര ചീപ്പല്ല കേട്ടോ. ഇവിടെ ഉണ്ട് സ്റ്റീം മെയ്ഡനും സ്കെച്ചേഴ്സും ക്രോക്സും എല്ലാം ഇവിടെ ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം സിലിക്കോൺ സെന്ററിൽ തുടങ്ങിയ സമയത്ത് എല്ലാ ഷോപ്സും ഒന്നുമില്ല, ഇപ്പൊ എല്ലാം ഓപ്പണായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ എല്ലാം കയറി അവിടുത്തെ ബാഗ്സും ഷൂസും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രൈസ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്ത് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കാണാനൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഔട്ട്ലെറ്റ് മോളിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത് സാധനങ്ങൾ വാങ്ങാൻ, ബ്രാൻഡഡ് ഐറ്റംസ്. സോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി ഞങ്ങളിപ്പോ സാധാരണ ഞങ്ങൾ DSOയിൽ മുമ്പ് ലുലുവിൽ കയറി വരിക ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ ഞങ്ങൾ DSOയിലെ സിലിക്കോൺ ഓസസ് മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങി. എപ്പോഴാണ് കണ്ടത് എല്ലാ ബ്രാൻഡ്സും അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇത് ടീം ഹോട്ടൽസ് ആണ്, അവിടെ കോഫിയും കേക്കും ഒക്കെ കിട്ടും. ഞങ്ങള് ഡിന്നർ കഴിഞ്ഞിട്ട് പോയ സമയമായിരുന്നു, അപ്പൊ നമ്മള് ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ, ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ നാട്ടിലുള്ള തന്നെ സ്റ്റുഡിയോ ഉണ്ട് അവിടെ. നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറിയൊക്കെ ഒന്ന് നോക്കി. അകത്ത് വില കുറഞ്ഞാണല്ലോ കിട്ടുന്നത്. ഇന്ത്യയിലും അതുപോലെയാണല്ലോ സ്റ്റുഡിയോയിൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിലും വില കുറഞ്ഞാണ് സ്റ്റുഡിയോയിൽ ഐറ്റംസ് കിട്ടുന്നത്. ഇവിടെയും ഏകദേശമൊക്കെ ഡീസന്റ് റേറ്റിൽ കിട്ടുന്ന കടയാണ്. അപ്പൊ നമ്മള് സ്റ്റുഡിയോന്ന് അങ്ങനെയൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടുന്ന്, എപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങള് കയറി അപ്പൊ തന്നെ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഇത് ഒരു കോട്ടൺ എന്നൊക്കെ ഒരു പറഞ്ഞ കടം, ഞാൻ പറഞ്ഞില്ലേ ഞാനവിടെ ഉണ്ടായിരുന്ന എല്ലാ കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി, എന്തൊക്കെയാ അവിടെ കിട്ടുന്നത് നോക്കി. ഇതൊരു ഗെയിമിംഗ് സോൺ ആയിരുന്നു സിലിക്കോൺ സെൻട്രൽ മോളിന്റെ. എന്തോ 25 dirhams അങ്ങനെ കൊടുത്താല് അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കയറി നമുക്ക് കളിക്കാം. ഗെയിമിംഗ് സോണ്. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ട്രെയിൻ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ ലുലു മോളിലൊക്കെ ഉണ്ട്, അത്ര ട്രെയിനും ഉണ്ട്, ആണെങ്കിൽ കയറി ഇരിക്കാം കുട്ടികൾക്കൊക്കെ. സോ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഞങ്ങള് അവസാനമായിട്ട് LC വൈക്കിക്ക് എന്നൊരു ഷോപ്പുണ്ട്. അത് ഒരുപാട് മോൾസിലുണ്ട് ഇവിടെ. അവിടെ എല്ലാ സൈസസും കിട്ടും കേട്ടോ, ചെറിയ മുതൽ വലിയ സൈസ് വരെയൊക്കെ കിട്ടും, പ്ലസ് സൈസസും ഒക്കെ കിട്ടും. അപ്പൊ കുറെ
ഡ്രസ്സുകളും കുറെ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും എനിക്ക് അത്ര ഐക്യാച്ചതൊന്നും തോന്നിയില്ല. ഒരെണ്ണം ഇട്ട് നോക്കി, എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാലും പിന്നെ ഞാൻ വെച്ച് ശരി ഓക്കെ, ഒന്നും മേടിക്കാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ടോപ്പ് മാത്രം മേടിച്ച് കുറെ കയറി ഇറങ്ങിയതല്ലേ. അപ്പൊ ആ ടോപ്പ് പേണെന്തെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ വലിയ പാടാണ്. പേണങ്ങനെ ഭയങ്കര ചൂസിയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. സോ ഞാൻ ഈ ടോപ്പ് അങ്ങ് വാങ്ങി. കൊള്ളായിരുന്നു. ഇട്ടപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറിന് ചേരുന്നുണ്ടായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പേണും പറഞ്ഞ് കൊള്ളാൻ ചേരുന്നുണ്ട്. സോ അത് മാത്രം എടുത്തു. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഈ LCYക്കിലൊക്കെ നമുക്ക് കുറച്ച് ഡീസന്റ് റേറ്റിലൊക്കെ തുണികളും കാര്യങ്ങളൊക്കെ കിട്ടും. റേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലുലു അവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ലുലു കയറി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ നോക്കി. എല്ലാം ഒന്നും വാങ്ങിയില്ല, കുറച്ചൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി വാങ്ങി. ബൗണ്ടിയും അങ്ങനത്തെ ഒക്കെ നമ്മൾ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ആദ്യം വളരെ റയർലി കഴിക്കാറുള്ളൂ. പിന്നെ അതിന്റെ ലുലുവിന്റെ വെളിയിൽ തന്നെ ബക്ലാവ ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, ടർക്കിഷ് സ്വീറ്റ്. അപ്പൊ കുറെ നാളുടെ ട്രൈ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഒരു പഫ്സ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സ്വീറ്റ്, പിസ്ത ഫ്ലേവേർഡ്. അപ്പൊ ഞാനത് കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല യമ്മി ആയിരുന്നു. വേണം ടേസ്റ്റ് ചെയ്ത് നോക്കി. തുർക്കിഷ് ബക്ലാവ അതിന്റെ വലിയ സൈസല്ല ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സ്വീറ്റാ. ഷോപ്പിംഗ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ ഷോപ്പിംഗിന്റെ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനിയും കൊച്ചു എപ്പിസോഡ്സ് വരുന്നതായിരിക്കും ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ്സിന്റെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് Persian Malayali and please subscribe to our channel. Don't forget. Thank you. Bye bye. See you and take care.